ഹൈ ഗൈസ്, ഇന്ന് റഷ്യയിൽ ഒരുപാട് റഷ്യൻ വിസകൾക്കായിട്ട് ഒരുപാട് ചപ്പ് ചവറ് പോലെ ഏജൻസികൾ എല്ലായിടത്തും ഓപ്പൺ ആകുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളാണ്. വളരെ വലിയ വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളുടെ അടുത്ത് നിന്ന് പറയുന്ന പല ഇൻഫർമേഷൻസും റോങ് ഇൻഫർമേഷനാണ്. നിങ്ങൾ ഇതിലൊന്നും പോയി പെടാൻ നിൽക്കേണ്ട. വലിയ തട്ടിപ്പുകളാണ്. ഇപ്പം ഒരുപാട് ആളുകൾ റഷ്യൻ വിസയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കാരണം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അറിയാത്ത ചില ആൾക്കാർ പല സോഷ്യൽ മീഡിയയിലൂടെ കയറിയിട്ടും പല വാഗ്ദാനങ്ങളും നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും. അതൊക്കെ റോങ് ഇൻഫർമേഷൻ ആണ്. നിങ്ങൾക്ക് വെറുതെ നിങ്ങൾ പോയി പെടാൻ നിൽക്കേണ്ട. ഇവിടെ വലിയ രീതിയിൽ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻട്രസ്റ്റ് എന്ന പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഇജാസ്. ഇന്ന് റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, കാരണം ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല ആളുകളിൽ നിന്നും പല ബാഡ് എക്സ്പീരിയൻസും റഷ്യയിൽ ഉണ്ടായിരുന്നു. പല വാഗ്ദാനങ്ങളും ചെയ്തിട്ട് ഞാൻ പല ആൾക്കാരിൽ നിന്നും ഒരുപാട് പേര് നേരത്തെ റഷ്യയിൽ വന്നു. അപ്പോൾ ഞാൻ റഷ്യൻ്റെ പല ഒബ്ലാസ്റ്റിലും പല മറ്റു സ്റ്റേറ്റുകളായിരുന്ന സമയത്ത് മോസ്കോയിലൊക്കെ വന്ന പെട്ട പിള്ളേർ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ജസ്റ്റ് ബ്രോ എങ്ങനെയെങ്കിലും ഒരു ജോബ് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള പിള്ളേർക്ക് ജോബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവരൊക്കെ ഫ്ലോപ്പായിരുന്നു. 100% ഫ്ലോപ്പായിരുന്നു. ഈ പറഞ്ഞ എൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് ഇവന്മാർ ചെയ്തു കൊടുത്തുന്ന ഇവർ പറഞ്ഞ സാലറിയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അതായത് 80-90 വാഗ്ദാനം ചെയ്തിട്ട് 25-30,000 ശമ്പളമാണ് ഇവർക്ക് ഈ പിള്ളേർക്ക് കിട്ടിക്കൊണ്ടുണ്ടായത്. കാരണം ഈ പിള്ളേരുടെ അടുത്ത് ചില ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ച് പറയാനുണ്ട്, റഷ്യയിൽ വന്നിട്ട് ജസ്റ്റ് ബ്രോ ആർക്കെങ്കിലും ജോബ് വേണമെങ്കിൽ പറഞ്ഞോ, നമ്മൾ ജോബ് സെറ്റ് ചെയ്ത് കൊടുക്കും, അത് സെറ്റ് ചെയ്ത് കൊടുക്കും, അങ്ങനെ ചെയ്ത് കൊടുക്കാം. പക്ഷേ മലയാളികൾ തന്നെയാണ് കേട്ടോ, ഓപ്പണായിട്ട് പറയാം. ഈ പിള്ളേരെ എനിക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ജോബിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാനറിയാം. പക്ഷെ ഞാൻ ചില സമയങ്ങളിൽ മറ്റു സ്ഥലങ്ങളൊക്കെ ആകുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ പ്രോപ്പർ ടൈം കിട്ടാറില്ല. എക്സാക്ട് ടൈം കിട്ടി അവിടെ പോയി അന്വേഷിച്ച്. അപ്പോൾ ഞാൻ വിചാരിക്കും പിള്ളേർ ഇപ്പം ഞാൻ ത്രൂ വഴി ഇപ്പം നമ്മളൊക്കെ വഴി വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൺസൾട്ടേഷൻ വഴിയൊക്കെ ഡയറക്റ്റ് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മൾ ഡയറക്റ്റ് കാര്യങ്ങൾ നമ്മൾ തന്നെ ഇടപെട്ട് ചെയ്തു കൊടുക്കാം എന്ന് പറയാം. പക്ഷേ പല ആൾക്കാരും പല രീതിയിലും വരുന്ന ആൾക്കാരുണ്ട്. പല റോങ് ആയിട്ടുള്ള ആൾക്കാർ വഴി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ഒരു കാര്യം ഒരു രീതിയിലും ചെയ്തു കൊടുക്കാത്ത പിള്ളേർ വന്നിട്ട് നമ്മൾ വിളിക്കാറുണ്ട് ജസ്റ്റ് ബ്രോ. അപ്പോൾ ഞാൻ ചില ആൾക്കാരെ മുട്ടിച്ചു കൊടുക്കും. അപ്പോൾ അവരായിട്ട് നിങ്ങൾ ഡയറക്റ്റ്. അപ്പോൾ എനിക്ക് ഈ ഏജന്റുമാരിലൊന്നും നേരത്തെ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ഓക്കെ പ്രോപ്പർ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റു സെറ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പക്ഷേ ഇവന്മാരൊക്കെ വമ്പൻ തട്ടിപ്പുകളായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നല്ല രീതിയിലും തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവന്മാരെ എല്ലാം ഹൈഡ് ചെയ്തിട്ടായിരുന്നു എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് 100% കൺഫേം ആയ കേസാണ്. പക്ഷെ ഇന്നും പല ആൾക്കാർക്കും ഇവരെ കയ്യിൽ നിന്ന് ഒരാളെ കയ്യിൽ നിന്ന് നല്ല രീതിയിലുള്ള എമൗണ്ട് വാങ്ങിച്ചിട്ട് ഇവർക്ക് പ്രോപ്പർ ജോബോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഇവൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഓരോരാളെ കടമയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഈ ആൾക്കാർ ചെയ്തു കൊടുക്കണം. ഇന്ന് ഞാൻ പറയട്ടെ, എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ പറയും ഇജാസ് ബ്രോ ഇന്ന ആളെ വിശ്വസിക്കാൻ പറ്റുമോ, ഇന്ന ആളെ വിശ്വസിക്കാൻ പ്രോപ്പറായിട്ടുള്ള ആളാണോ, എന്താണ് ഇജാസ് ബ്രോൻ്റെ അഭിപ്രായം? ഞാൻ പറയട്ടെ, എനിക്ക് റഷ്യയിലുള്ള ഒരു ഏജന്റുമാരെ എനിക്ക് വിശ്വാസമില്ല. ഞാൻ എൻ്റെ വീഡിയോയിൽ ഓപ്പണായിട്ട് പറയാം. എല്ലാം എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. ഓൾമോസ്റ്റ് ഉഡായിപ്പിൻ്റെ ആൾക്കാരാണ്. എന്നെ ഒരുപാട് രീതിയിൽ ഇവന്മാർ എൻ്റെ പേര് വെച്ചിട്ട് പല രീതിയിലുള്ള ഉഡായ്പും കാര്യങ്ങളും കളി. ഞാൻ എമ്മമാരെ നേരത്തെ ഞാൻ ഒരുപാട് ഇവരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ എൻ്റെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങളോട് സംസാരിക്കുക. കാരണം ഞാൻ നേരത്തെ ഇവരൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ ബ്രോ, ഇങ്ങനെ ചെയ്തു കൊടുക്കും. കാരണം എനിക്ക് നേരത്തെ മോസ്കോയിലേക്ക് പോകാനോ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എനിക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റും. കാരണം നേരത്തെ എനിക്ക് വേറൊരു ഒബ്ലാസ്റ്റിലായിരുന്നു എൻ്റെ ജോബും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഞാൻ വേറൊരാളെ ഏൽപ്പിക്കുകയാണ്. അതായത് മറ്റു ആളുകളെ, റഷ്യയിലുള്ള കുറച്ച് ആളുകളെ വിശ്വസിച്ച് ഞാൻ ഏൽപ്പിച്ചു. അതിൽ എനിക്ക് ഒരുപാട് ഫ്ലോപ്പ് ഉണ്ടായി അവിടെ. അതിനുശേഷം ഞാൻ തന്നെ എൻ്റെ സ്വന്തം റിസ്കിൽ അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളെടുത്ത് ഓപ്പണായിട്ട് പറയാണ്, ഒരാളിലും എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. അല്ലാതെ നിങ്ങൾ വാഗ്ദാനങ്ങൾ കേട്ട് നിങ്ങൾ അതിൽ പോയി വീഴാൻ നിൽക്കണ്ട. കാരണം തട്ടിപ്പ് ഒരുപാട് ചപ്പ് ചവറ് ഏജൻസികളായിട്ട് റഷ്യൻ റിക്രൂട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഭാഗങ്ങളിലും ഇങ്ങനെ ആൾക്കാരെ കയറ്റുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നല്ല രീതിയിൽ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, കാരണം ഞാൻ ഇങ്ങനെ പറയാം, കാരണം എനിക്കൊന്നിനും പ്രശ്നമില്ല. കാരണം ഞാനിപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ അല്ല, ഞാൻ റഷ്യൻ സിറ്റിസൺ ആണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് പറയാണ്,
നിങ്ങളെ പൈസ വെറുതെ പോയി നിങ്ങൾ കളയാൻ നിൽക്കണ്ട. ഇങ്ങനെയുള്ള ഉടായ്പ ആൾക്കാരുടെ കയ്യിൽ പോയി ക്യാഷ് കൊടുക്കാൻ നിൽക്കണ്ട. നമ്മളൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, ആരും ഇത് വിശ്വസിക്കാനും പോകുന്നില്ല. എന്നാലും നിങ്ങൾ ഇവിടെ വന്ന് പെട്ടുപോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ നല്ല രീതിയിലുള്ള തട്ടിപ്പും കാര്യങ്ങളൊക്കെ റഷ്യയിലേക്ക് നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. പക്ഷെ റഷ്യ എന്ന് പറഞ്ഞ രാജ്യം വളരെ നല്ല രാജ്യമാണ്, നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റിയ രാജ്യമാണ്. പക്ഷേ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളായിട്ട് മാത്രം നിങ്ങൾ ഡീൽ ചെയ്യുക. ഇത് ഞാൻ വീണ്ടും പറയാനുള്ള കാരണം എന്താ അറിയോ? കാരണം ഇന്ന് വലിയ വാഗ്ദാനങ്ങൾ കൊടുത്ത് അവർക്ക് ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നില്ല. അതായത് എന്താ, ഒരു ഫാബ്രിക്കിൽ ഒരു വെയർ ഹൗസിൽ ജോബ് ഉണ്ടെങ്കിൽ ആ ജോബിൽ എത്ര ശമ്പളം, ആ ശമ്പളം എത്ര ദിവസം ഓഫ് ഡേ, അതുപോലെ തന്നെ ഈ ശമ്പളം പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും ഈ ശമ്പളം കിട്ടുമോ, അതുപോലെ തന്നെ അവിടെ അക്കോമഡേഷൻ ഉണ്ടോ, ഫുഡ് ഉണ്ടോ, ഇതിൻ്റെ ഒന്നും ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ ഒന്നും കാൻഡിഡേറ്റ്സിന് കൊടുക്കാതെ കാൻഡിഡേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് വലിയ എമൗണ്ടുകൾ വാങ്ങിച്ചിട്ട് അവരെ ഇവിടെ കൊണ്ടുവന്ന് പെടുത്താണ്. അങ്ങനെയുള്ള ഒരുപാട് ഇതിനായിട്ട് തന്നെ പല ഏജൻസികളും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റഷ്യൻ്റെ ഇന്ത്യൻ ഇപ്പോൾ എല്ലാ ഭാഗത്തും ഏജൻസികളാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏജൻസികളാണ്. ഏജൻസി എന്ന് പറഞ്ഞാൽ ഏജൻസിക്കാർ ചെയ്തോട്ടെ, അവർക്ക് അവരുടേതായ രീതിയിൽ ചെയ്തോട്ടെ. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതൊരു ജെന്യൂൻ ഏജൻസി ആണോ എന്നുള്ളത് അന്വേഷിക്കുക. കാരണം ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള നോളജ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ഇപ്പം ഈ ഏജൻസിക്കാർ തന്നെ ചെയ്യുന്ന മറ്റൊരു വലിയൊരു ഫ്രോഡ് ഗെയിം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നേരത്തെ പല ആൾക്കാരും വന്നിട്ടുണ്ടാകും, അവർക്ക് പൈസ കൊടുത്ത് പുതിയ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് ഇവരെ കൊണ്ട് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. അപ്പോൾ നിങ്ങളോട് ഞാൻ ഈ കാര്യങ്ങൾ എനിക്കിത് പറഞ്ഞേണ്ട ആവശ്യം ഒന്നുമില്ല. കാരണം വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വന്ന് വെറുതെ ഇങ്ങനെ റോങ് ഇൻഫർമേഷനിൽ പോയി പെടാൻ നിൽക്കണ്ട. കാരണം ഇതിലൊന്നും നിങ്ങൾക്ക് വലിയ 6 ലക്ഷം 5 ലക്ഷം ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ വരേണ്ട ഒരു ആവശ്യമില്ല. 5 ലക്ഷം രൂപയൊന്നും ആവത്തില്ല എന്തായാലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലാണ് കറൻ്റ്. അപ്പോൾ നിങ്ങൾ ഈ തട്ടിപ്പിൻ്റെ ഇതിൽ പോയി പെടാൻ നിൽക്കണ്ട. നിങ്ങൾ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുമായിട്ട് മാത്രം ഡീൽ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 ആഴ്ച 3 ആഴ്ച മുമ്പ് ഞാൻ റഷ്യയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പിലായിട്ട് ഏജൻസികളെ വൻ വാഗ്ദാനങ്ങൾ കിട്ടിയിട്ട് ഒരു 5-8 പിള്ളേർ ഓൾറെഡി വന്ന് റഷ്യയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പിള്ളേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ സാലറിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് പട്ടിണിയായിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അവസാനം എനിക്ക് ഇവരെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം അത് ഇന്ന് ഈ ഒരു സംഭവം മാത്രമല്ല, ഇതിന് മുമ്പ് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയാണ്, നിങ്ങൾ വെറുതെ സോഷ്യൽ മീഡിയയിലോ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഒറ്റയടിക്ക് വിശ്വസിച്ച് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾക്ക് അത്രയും വിശ്വാസമില്ല ആളുകളായിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. അതായിട്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇപ്പോൾ നിങ്ങളായിട്ട് ചെയ്യാനായിരിക്കും. എന്നായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ എന്നായിട്ട് ചെയ്യും വേണ്ട. കാരണം നിങ്ങൾക്ക് ആരാണ് വിശ്വാസം, അതിൻ്റെ പ്രോപ്പർ ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങളത് ജെന്യൂൻ ആയിട്ടുള്ള ആളാണോ, എല്ലാം നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് പൈസ കൊടുക്കുന്നത്, നിങ്ങളുടെ പൈസയാണ്, വെറുതെ കിട്ടുന്ന പൈസയല്ല, നിങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസയാണ്. അപ്പോൾ അതൊക്കെ ഓർക്കുക. ഇങ്ങനെയുള്ള തട്ടിപ്പില്ല ആൾക്കാരുടെ അടുത്ത് പോയി പെടാൻ നിൽക്കണ്ട എന്നതുകൊണ്ട് മാത്രമാണ്. കാരണം എനിക്ക് നിങ്ങളെ പൈസ കിട്ടിയിട്ടൊന്നും വലിയ കാര്യം, എനിക്ക് എൻ്റെതായ രീതിയിലുള്ള ജോബും കാര്യങ്ങളൊക്കെ ഓൾറെഡി റഷ്യയിലാണ്. ഞാൻ റഷ്യൻ സിറ്റിസനാണ്, റഷ്യൻ പാസ്പോർട്ട് ഹോൾഡറാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെ ഈ ഒരു ചെറിയ പൈസ ഒന്നും കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് വിശ്വാസം, നിങ്ങളെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളായിട്ട് മാത്രം ചെയ്യുക. കാരണം നിങ്ങൾ വിചാരിച്ച ഒരു 50,000 രൂപയെങ്കിലും നിങ്ങൾക്ക് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്രയും പൈസ കൊടുത്തിട്ട് വന്നിട്ട് ഒരു 50 കിട്ടാതിരുന്നിട്ട് എന്താ കാര്യം? ഒരു 50 മിനിമം നിങ്ങൾക്ക് കിട്ടണ്ടേ? അപ്പോൾ നിങ്ങൾ വിശ്വാസമുള്ള ആളായിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ കണ്ട ഏജൻസികളും ഇതൊക്കെ അവിടെയെല്ലാം പോയിട്ട് വെറുതെ നിങ്ങൾ പോയി പെടണ്ട. ഇപ്പം ഇത് നല്ല രീതിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് പെട്ടതിന് ശേഷം അതല്ല ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആരാണോ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അവരോട് എല്ലാ കാര്യങ്ങളും സെറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ചോദിച്ചതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുക്കുക, ഡിസിഷൻ എടുക്കുക. അപ്പോൾ എന്തായിരിക്കും ബൈ.